ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നത് കുറച്ച് പേരാണ്, അവർ സ്ഥിരം കാണുന്നവരാണ്, അവർ നമ്മളെ മാത്രം ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ 100% വരിക തന്നെ ചെയ്യും. ഒരു ക്ലാസ്സിൽ 1-2 ഡിലേ വരികയാണെങ്കിൽ നിങ്ങൾ പഴയ ക്ലാസ്സുകൾ കയറി കാണണം. നിങ്ങളെ വെല്ലാൻ ഒരാളുണ്ടാവില്ല, ഉറപ്പാണ്. നിങ്ങളിത് ക്ലാസ് കണ്ടോളൂ, നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ പറ്റുമെന്നുള്ളതിൽ സംശയം വേണ്ട. നമുക്ക് വിഷയത്തിലേക്ക് കടന്നാൽ എന്താ അഞ്ചുമ, നമുക്ക് ഇന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് എടുത്തരാം. എന്ത് പറയണം? താൻ എല്ലാം പഠിച്ചു വെച്ചേക്കണമെന്നാണ് ആൾ ധരിച്ചു വെച്ചേക്കണത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡേറ്റുകൾ പറയാൻ പോവുകയാണ്. ആ ഡേറ്റുകൾ താൻ ബോർഡിൽ എഴുതും. 1946 ഡിസംബർ 6, ഡിസംബർ 9, ഇവിടെ തന്നെ എഴുതിയാൽ ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13, 47 ഓഗസ്റ്റ് 29, ഓഗസ്റ്റ് 29, 47 ജനുവരി 22. എടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതിക്കോളൂ ഉത്തരം. 47 ജനുവരി 22, 47 ജൂലൈ 22, 47 ജൂൺ 3. അത് തോന്നുന്നു ജൂൺ 3. അടുത്തത് 47 ജൂലൈ 18, 49 നവംബർ 26, 1950 ജനുവരി 24, 50 ജനുവരി 25, 50 ജനുവരി 26, 50 ജനുവരി 26. ഇത്രയും സംഭവങ്ങളുടെ വിശേഷണം ഇവരെല്ലാം എഴുതിയാന്ന് കേൾക്കൂ. എല്ലാവരും എഴുതിയോ? എല്ലാവർക്കും കിട്ടിയാടോ? കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരത്തെ വീരശൂര പരാക്രമികൾ, നല്ല നല്ല ആപ്പുകളിൽ ചേർന്ന് നിൽക്കുന്നവരൊക്കെ അവർക്കൊക്കെ പെട്ടെന്ന് ശരിയായി കാണും കേട്ടോ. നമ്മൾ പാവപ്പെട്ടവർ, അവർക്കൊക്കെ ശരിയായി കാണും, ഉറപ്പാണ്. എ സിയിലിരുന്ന് പഠിച്ചെങ്കിൽ ഇത് മുഴുവൻ ശരിയായിരുന്നു. എന്തിനാണ് പോടുത്താ എ സി പോടോ? ശരി പറയൂ. ആദ്യത്തേതാണ് 1946 ഡിസംബർ 6. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച ഡേറ്റ് ആണ് 1946 ഡിസംബർ 6. ശരി. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1946 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലുണ്ടായിരുന്നത്. ബെത്തിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇവരുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് ആണ് 1946 ഡിസംബർ 9. ഡിസംബർ 9 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ആദ്യത്തെ സമ്മേളനം അത് നടന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. ഇന്നത്തെ പാർലമെന്റ് സെൻട്രൽ ഹാൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നടന്നെവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ആ മീറ്റിംഗ് നടന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നതാണ് 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. ഇവിടെ JB കൃപലാനി എന്ന് എഴുതുന്നതിൽ തനിക്ക് വിരോധമില്ലല്ലോ. JB കൃപലാനിയെ കുറിച്ച് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ. ഒന്ന്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. 2, JB കൃപലാനിയുടെ ഭാര്യയാണ് സുചേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. യുണൈറ്റഡ് പ്രോവിൻസ് വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. അത് യുണൈറ്റഡ് പ്രോവിൻസ്, ഇന്നത്തെ ഉത്തർപ്രദേശ്. അടുത്ത ആദ്യ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആദ്യ സമ്മേളനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തത്. ശരി. അടുത്തത് 1946 ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. സ്ഥിര അധ്യക്ഷൻ 1952 മുതൽ 62 വരെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഒന്നാമത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, ബീഹാർ ഗാന്ധി എന്ന് വിളിക്കുന്ന രാജേന്ദ്ര പ്രസാദ്. ശരി. ഇദ്ദേഹത്തെയാണ് 1946 ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. കൂടെ സ്ഥിര ഒരു ഉപാധ്യക്ഷനെ കൂടെ തെരഞ്ഞെടുത്തു. അതാണ് HC മുഖർജി. ശരി, നമുക്ക് അടുത്തേക്ക് വന്നാൽ അടുത്തത് 1946 ഡിസംബർ 13. അതിനാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ.
ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്ന ആരെ തന്നെയാണ്? ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണ്. ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഈ ആമുഖത്തെയാണോ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിക്കുന്നത്? ഓ ശരി, എല്ലാം അറിയാം. അടുത്തത് 1947 ഓഗസ്റ്റ് 29. പ്രത്യേകത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ മൊത്തം മേജർ കമ്മിറ്റികൾ, മൈനർ കമ്മിറ്റികൾ? മേജർ കമ്മിറ്റികൾ 8 ആണ്, മൈനർ കമ്മിറ്റികൾ 15 ആണ്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ആകെ കമ്മിറ്റികളാണ് 23. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 23, ശരിയല്ലേ? എല്ലാം കൂടെ ഡ്രാഫ്റ്റ് ചെയ്തതാണ് ആര്? BR അംബേദ്കർ. അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് അദ്ദേഹത്തെ പറയാനുള്ള കാരണം. ശരി, അടുത്തത് 1947 ജനുവരി 22. ഞാൻ പറഞ്ഞു 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അതാണ് പിൽക്കാലത്ത് ആമുഖമായിട്ട് മാറിയത്. ആമുഖം അംഗീകരിച്ച ഡേറ്റ് ആണ് 1947 ജനുവരി 22. ആരംഗീകരിച്ചു? ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് അംഗീകരിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ഭരണഘടനാ നിർമ്മാണ സമിതി. അടുത്തത് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ദേശീയ പതാകയിൽ 4 നിറങ്ങളാണ്. അതിന്റെ നീളവും വീതിയും 3:2 ആണ്. തിരിച്ചു പറയുകയാണെങ്കിൽ 2:3 ആണ് ദേശീയ പതാക. രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശിലെ ഭട്ലപ്പെനുമരു സ്വദേശിയാണ്. ഭട്ലപ്പെനുമരു, ശരിയാണ്, ആന്ധ്രാപ്രദേശ്. ശരി, അടുത്തത് 1947 ജൂൺ 3. ഇതിന്റെ പ്രത്യേകതയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി, മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലേ? മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇതിന്റെ മറ്റൊരു പേരാണ് ജൂൺ 3 പ്ലാൻ. ജൂൺ 3 പ്ലാൻ 3-ാം തീയതി കൊണ്ടുവന്നുകൊണ്ട് അതിനെ ജൂൺ 3 പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്താണെന്ന് ഞാൻ ഓടിച്ചെന്ന് പറയട്ടോ. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ ആത്യന്തികമായി ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യ വിഭജനം അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിനെ ഇന്ത്യൻ മുസ്ലിം ലീഗും അതേപോലെ തന്നെ INCയും അംഗീകരിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന ഈ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ബാധകമല്ല. ആരെങ്കിലും നമ്മുടെ രാജ്യത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഭരണഘടന ഉണ്ടായിക്കൊള്ളണം. അപ്പോൾ മുസ്ലിം ലീഗിന് സമ്മതമായി ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റുമെന്നുള്ളൊരു വ്യവസ്ഥയായി അല്ലേ? അങ്ങനെ അത് മൗണ്ട് ബാറ്റൻ പ്ലാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ലൂയി മൗണ്ട് ബാറ്റനെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ 1 മാൻ ആർമി അഥവാ എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് ലൂയി മൗണ്ട് ബാറ്റൻ ആണ്. ശരി. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുമായിരുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുമായിരുന്നു. അത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് വൈസ്രോയിയുടെ പേര് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. അങ്ങനെ ആയ ആദ്യ വ്യക്തിയാണ് മൗണ്ട് ബാറ്റൻ. എന്നാൽ പാകിസ്ഥാനിലെ ഗവർണർ ജനറൽ ഓഫ് പാകിസ്ഥാൻ ആയത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് C രാജഗോപാലാചാരി. ശരി, ആയിക്കോട്ടെ. അടുത്തത് 1947 ജൂലൈ 18. അതിന്റെ പ്രത്യേകതയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. താനിപ്പോൾ എഴുതിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതെന്ന് കേട്ടാൽ ഞാനിത് തന്നെ പറയും. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കാനേ, ജൂലൈ 18, അടുത്ത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി, അടുത്ത മാസം, അങ്ങനെ കണക്ട് ചെയ്യണം. ശരി, 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എവിടെയാണ് പാസ്സാക്കിയത്? അവിടുത്തെ ലോക്സഭയിൽ, അതായത് ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ. ചില കുട്ടികൾ എഴുതിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലല്ല. ഇതൊക്കെ പാസ്സാക്കണമെങ്കിൽ എവിടെയായിരുന്നു? ബ്രിട്ടീഷ് പാർലമെന്റിലാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ലോകസഭയ്ക്ക് തുല്യമായിട്ടുള്ളതാണ് ഹൗസ് ഓഫ് കോമൺസ്. ഈ ഹൗസ് ഓഫ് കോമൺസ് PSCക്ക് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. Am I correct? Okay, next. അടുത്തത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചു. അതുകൊണ്ടാണ് നവംബർ 26 നമ്മൾ ദേശീയ നിയമദിനം, അതുപോലെ ഭരണഘടനാ ദിനം, അതുപോലെ ക്ഷീരദിനം, അതുപോലെ കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനം, ഇതൊക്കെയായിട്ട് ആചരിക്കുന്നത് നവംബർ 26 ആണ്. നവംബർ 26. ശരി, അടുത്ത നമുക്ക് 50 ജനുവരി 24 പോകാം. 1950 ജനുവരി 24. ഈ ജനുവരി 24 2 പ്രത്യേകതകളുണ്ട്. ഒന്ന് ദേശീയ ഗാനം, അതുപോലെ ദേശീയ ഗീതം. ഇത് രണ്ടും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. രണ്ടാമത്തത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ടതും 1950 ജനുവരി 24. ശരി, വളരെ സന്തോഷം. പിന്നെ അടുത്തത് 1950 ജനുവരി 25. അതിനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ 3 പേരുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം 3 പേരാണ്.
തുടക്കത്തിൽ ഒരാൾ മാത്രമാണ്, അതായത് തുടക്കത്തിൽ സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. അതിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 326 കേന്ദ്രത്തിൽ എത്ര ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്? 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. അതിലൊരാൾ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അതെ. അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇലക്ഷൻസ് മൊത്തം എത്ര ഉണ്ടെന്ന് പറയാമോ? 6 ശരിയായിട്ട് പറയണമെങ്കിൽ ഒരു സമ്മാനം തരും തീർച്ചയാണ്. ഇയാൾ നോക്കൂ, അഞ്ചുമ പറയണത് അതേക്കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസ കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻസ് എത്ര? അഞ്ചുമ പറഞ്ഞത് 6 എന്നാണ്. നിങ്ങൾക്ക് എത്ര കിട്ടി? പാലക്കാട് എത്ര കിട്ടി? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ അഞ്ചുമ 6 പറയുന്നു. എനിക്കറിയില്ല. ഒന്നാമത്തത് ലോക്സഭാ ഇലക്ഷൻ, ഞാൻ ഇവിടെ കഴിയൂട്ടുകയാണ്. രണ്ടാമത്തത് രാജ്യസഭാ ഇലക്ഷൻ, അടുത്തത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, 4 വരെ ശരി. 5 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അടുത്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളിലുണ്ട്? 6 സ്റ്റേറ്റുകളിലുണ്ട്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഹിമാലയ സാനുക്കളിൽ നിന്നും ഉത്തർപ്രദേശും ബീഹാറും. മോളെ, ഇന്ത്യയിൽ ആകെ എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? ഇന്ത്യയിൽ ആകെ 28+3 31 മുഖ്യമന്ത്രിമാരുണ്ട്. ഇന്ത്യയിൽ എത്ര നിയമസഭകളുണ്ട്? 28+3 31 നിയമസഭകളുണ്ട്. ഓ, ഈ കേന്ദ്രഭരണ പ്രദേശത്തിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭയും മുഖ്യമന്ത്രിയും ഉണ്ടല്ലേ? ഇതൊരു ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് പുതുച്ചേരി, ഡൽഹി, പിന്നെ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാണ്? ഒമർ അബ്ദുള്ള. ഓഹോ. പുതുച്ചേരിയിലാണെങ്കിൽ എൻ രംഗസ്വാമി, ഡൽഹിയിലാണെങ്കിൽ രേഖ ഗുപ്ത. ഓക്കെ, ഫൈൻ. എല്ലാം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ആണ് 324 മുതൽ 324 മുതൽ 329 വരെ. 324 മുതൽ 329 വരെ. ശരി. അടുത്തത് 1950 ജനുവരി 26, അതായത് ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യ റിപ്പബ്ലിക്കായി. തെരഞ്ഞെടുക്കുന്ന ഭരണ തലവനുണ്ടായി അല്ലേ? അതെ. ശരി, ഇന്ത്യ റിപ്പബ്ലിക്കായി. ഈ 1950 ജനുവരി 26 ഞാൻ പറയുകയാണ്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്ര നിലവിൽ വന്നതെന്നാണ്. 1950 ജനുവരി 26. സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ്. 1950 ജനുവരി 26 സിംഹമുദ്ര. ഞാൻ ഒരു ചുമ്മാ അൺനെസസറി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സിംഹമുദ്ര എവിടെ നിന്നാണ് എടുത്തത്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്ന്. ഓഹോ. ഈ സിംഹമുദ്ര ശുപാർശ ചെയ്തതാരാ? ബി.ആർ. അംബേദ്കർ. ഈ സിംഹമുദ്രയിൽ ആകെ മൃഗങ്ങൾ എത്രയുണ്ട്? 8 മൃഗങ്ങൾ. ആകെ മൃഗങ്ങൾ 8. എത്ര ഇനം? 4 ഇനം. 4 ഇനം മൃഗങ്ങളുണ്ട്. മൊത്തം 8 മൃഗങ്ങളെ കാണിച്ചിട്ടുണ്ട്. എത്ര സിംഹമുണ്ട്? 5 സിംഹം. എത്ര കാള? 1 കാള. എത്ര കുതിര? 1 കുതിര. എത്ര ആന? 1 ആന. അപ്പോൾ 5, 3, 8. 8 മൃഗങ്ങൾ. ഇനം മൃഗങ്ങൾ 4 ഉള്ളൂ. 1950 ജനുവരി 26 സിംഹമുദ്ര അംഗീകരിച്ചത്, ഇന്ത്യ റിപ്പബ്ലിക് ആയത്, സുപ്രീം കോടതി രൂപീകരിച്ചത്. ശരി, ഇത്രയും വെരിഫൈ. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എത്ര? 37+1. സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാർ പുതുക്കിയതാണ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. 37+1 38 ജഡ്ജിമാർ. 38 ജഡ്ജിമാരുണ്ട്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാൽ തെഞ്ഞ് നിന്നാൽ മതിയാ, തീരണ്ടേ? ഇവർ പറയില്ലേ റിപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ് എന്നൊക്കെ. ശരി, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അഞ്ചുമ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ഞങ്ങളിവിടെ രസകരമായി പഠിക്കുകയാണ്. നമുക്ക് നോക്കാം. തനിക്കെല്ലാം അറിയാമല്ലോ. കുറേ ആർട്ടിക്കിൾ ഞാൻ പറയാൻ താൻ എഴുതും. ആർട്ടിക്കിൾ 248, 249, ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359, ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360, ആർട്ടിക്കിൾ 280, എഴുതിയോ? ആർട്ടിക്കിൾ 315, ആർട്ടിക്കിൾ 79, ആർട്ടിക്കിൾ 80, 81, ആർട്ടിക്കിൾ 61, ആർട്ടിക്കിൾ 72, ആർട്ടിക്കിൾ 161, ആർട്ടിക്കിൾ 14,
അതിൻ്റെ തൊട്ട് താഴെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. അടുത്ത എഴുതിയോ? ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 21A എഴുതിയല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 23, 24, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 50, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 279A, ആർട്ടിക്കിൾ 123, 213, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 213, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 165, ആർട്ടിക്കിൾ 148, 148, ആർട്ടിക്കിൾ 39A, 43A, 48A, 51A, 51A. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്കെന്തായാലും ജയിച്ചേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബോഡി കിടക്കുന്നത് നിങ്ങൾക്ക് ഹൃദയസ്ഥമാണോ? ആരെയും നിങ്ങൾ കുറ്റം പറയരുത്. നമ്മൾ പഠിച്ചിട്ട് കുറ്റം പറയണം. PSC കുറ്റം പറയണ്ട, ഗവൺമെൻറ്റിനെ കുറ്റം പറയണ്ട, ആരെയും കുറ്റം പറയണ്ട. നമ്മുടെ പോരായ്മകൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന വളരെ ആത്മാർത്ഥതയുള്ള കുട്ടികൾ ഇതൊന്ന് പഠിക്കുക തന്നെ വേണം. 5 മണിക്ക് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചുകൂടാ? 5 മണി എഴുതുന്ന ടെസ്റ്റുകളിലെല്ലാം എന്തുകൊണ്ട് വരുന്നു? കാരണം അതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. നമുക്ക് തുടങ്ങിയാൽ എന്താ? ശരി. ഒന്നാമത്തേതാണ് ആർട്ടിക്കിൾ 248. ആർട്ടിക്കിൾ 248 പറയുന്നത് അവശിഷ്ട അധികാരങ്ങളെ കുറിച്ചാണ്. അതിന്റെ ഇംഗ്ലീഷ് ആണ് റെസ്യൂഡറി പവേഴ്സ്. റെസ്യൂഡറി പവേഴ്സ് വരുന്നത് ആർട്ടിക്കിൾ 248 ഇത് എവിടെയാണ് യഥാർത്ഥത്തിൽ വരുന്നത്? ഷെഡ്യൂൾ 7 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അവിടെ റെസിഡറി പവേഴ്സ് കൂടെ വരികയാണ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് നമ്മൾ അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് ഈ IT കുറിച്ചൊന്നും ചിന്തയില്ലല്ലോ ഭരണഘടന എഴുതി തയ്യാറാക്കിയവർക്ക്, ഇല്ലേ? ശരി. അടുത്തത് സൈബർ നിയമങ്ങളൊക്കെ വരുന്നത് ഈ അവശിഷ്ട അധികാരത്തിലാണ്. അതുപോലെ അവശിഷ്ട അധികാരം എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. കാനഡ അത് വേണം. കാനഡ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും പറ്റുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ശരിയാവണം, എന്നാലേ ഒക്കെ ഉള്ളൂ. അടുത്തതാണ് ആർട്ടിക്കിൾ 249. അതിൽ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിയമനിർമ്മാണം നടത്താം. അതാണ് ആർട്ടിക്കിൾ 249. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 249. സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചറിൽ അടിയന്തര സ്വഭാവമുള്ളൊരു വിഷയത്തെക്കുറിച്ച് ആർക്ക് ഭേദഗതി വരുത്താം? പാർലമെന്റിന് ഭേദഗതി വരുത്താം. ശരിയല്ലേ? പക്ഷേ ഈ ബില്ല് ആദ്യം അവതരിപ്പിക്കാനുള്ളത് എവിടെയാണ്? രാജ്യസഭയിലാണ്. രാജ്യസഭയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്, അല്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ 248, 249 പറഞ്ഞു. അടുത്തയാണ് ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359. ഇത് രണ്ടും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട 2 ആർട്ടിക്കിളുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതില് ഒന്നാമത്തേത് ആർട്ടിക്കിൾ 358. അതിൽ പറയുന്നത് അടിയന്തരാവസ്ഥാ സമയത്ത് നമുക്കറിയാം ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പം അടിയന്തരാവസ്ഥാ സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥാ സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് റദ്ദ് ചെയ്യപ്പെടും. അടുത്തത് ആർട്ടിക്കിൾ 359. അതിൽ പറയുന്നത് അടിയന്തരാവസ്ഥാ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, തീർച്ചയാണ്. അതിന്റെ അടിയിൽ വരയിട്ടുള്ളൂ. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. പറയും. അടിയന്തരാവസ്ഥാ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 359. ഇതിൽ ആർട്ടിക്കിൾ 20 പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള അവകാശങ്ങളെ കുറിച്ചും ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെ കുറിച്ചുമാണ്. ഈ 2 ആർട്ടിക്കിൾ നമുക്ക് അടിയന്തരാവസ്ഥാ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയില്ല. ശരി, അടുത്തത്
അടുത്തതാണ് ആർട്ടിക്കിൾ 352. അതാണ് ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി. ശരിയല്ലേ? പ്രസിഡന്റാണ് പ്രഖ്യാപിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ 3 വർഷങ്ങളിലായാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് 1962 ഇൻഡോ ചൈന യുദ്ധം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടുത്തത് 1971 ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശിന് വേണ്ടിയിട്ട്. മൂന്നാമത്തതാണ് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ. അത് പ്രഖ്യാപിക്കുന്നത് 1975 ജൂൺ 26-നാണ്. ഇത് പാഠപുസ്തകം ആക്കാൻ പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? ശരി, അടുത്തത് 1975 ജൂൺ 26. അത് പ്രഖ്യാപിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. എന്നാൽ ഇത് പിൻവലിക്കുന്നത് 1977 മാർച്ച് 21. അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റായ BD ജെട്ടി. ദാനപ്പ ജെട്ടി. ശരി, അടുത്തത് 1975 ജൂൺ 26 ആദ്യത്തെ ആഭ്യന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദും അത് പിൻവലിക്കുന്നത് 1977 മാർച്ച് 21 അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന BD ജെട്ടിയുമായിരുന്നു. അടുത്തതാണ് ആർട്ടിക്കിൾ 356. അതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ പ്രസിഡന്റ് ഭരണം. സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ അവസാനം ഏത് സ്റ്റേറ്റിലാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ? ഇന്ത്യയിൽ എവിടെയാണ് പ്രഖ്യാപിച്ചത്? മണിപ്പൂരിലാണ് പ്രഖ്യാപിച്ചത്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിലും ഈ 356 ഉപയോഗിച്ചിട്ടുള്ള സംസ്ഥാന അടിയന്തരാവസ്ഥ ഇല്ല. ശരി, അടുത്തതാണ് 360. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. നാളെ ഇതുവരെ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അടുത്തതാണ് ആർട്ടിക്കിൾ 280. അതാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. കേന്ദ്ര വരുമാനം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതിന് മാനദണ്ഡം നിശ്ചയിക്കുക. ഞാൻ 2-3 ക്വസ്റ്റ്യൻ അതിനടുത്ത് ചോദിക്കുകയാണ്, ഇവർക്ക് അറിയാമല്ലോ. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗി, രണ്ടാമത്തേതിൻ്റെത് K സന്താനം. ഇപ്പോഴത്തെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്ന കാലയളവ് 2026 മുതൽ 31 വരെ. 2026 എന്ന് തുടങ്ങും? 2026 ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ. ഈ കാലയളവിനിടയിലാണ് ഈ ശുപാർശകൾ നടപ്പിലാക്കുന്നത്. ശരിയല്ലേ? അടുത്തത് ആർട്ടിക്കിൾ 280 കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. അതിലെ ആകെ അംഗങ്ങൾ 4+1 5 പേരാണ്. പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ശരി, 315. അടുത്തത് 315 ആണ് UPSC, PSC എന്നിവയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 315. ശരി, അടുത്തതാണ് ആർട്ടിക്കിൾ 79. അതാണ് പാർലമെന്റ് എന്നാൽ രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ്. ശരി, അടുത്തത് ആർട്ടിക്കിൾ 80 രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ആർട്ടിക്കിൾ 81 ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് അറിയപ്പെടുന്നു. 543 പേരാണ് ഉള്ളത്. ശരി, അടുത്തത് ആർട്ടിക്കിൾ 61. അതാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, കുറ്റവിചാരണ. ആർട്ടിക്കിൾ 61. ആരും ഇതുവരെ കുറ്റവിചാരണ ചെയ്തിട്ടില്ല. 61 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. അടുത്തത് ആർട്ടിക്കിൾ 72 ആണ് രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്നത്. രാഷ്ട്രപതി പൊതുമാപ്പ്. ശരി, അടുത്തത് രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്നതിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 72. അടുത്തതാണ് ആർട്ടിക്കിൾ 161. ഈ പൊതുമാപ്പ് നൽകാൻ യോഗ്യതയുള്ള 2 പേരാണ്, ഒന്ന് രാഷ്ട്രപതിയും ഒന്ന് ഗവർണറും. അതായത് രാജ്യത്ത് രാഷ്ട്രപതിയും സംസ്ഥാനങ്ങളിൽ ഗവർണറും. അതിൽ രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്നതാണ് ആർട്ടിക്കിൾ 72. എന്നാൽ ഗവർണർ പൊതുമാപ്പ് നൽകുന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 161 പറയുന്നത്. 161 പറയുന്നു. ഗവർണർ പൊതുമാപ്പ്. ശരി, അടുത്തത് ആർട്ടിക്കിൾ 14 നിയമവാഴ്ചയെ കുറിച്ച് പറയുന്നത്. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. റൂൾ ഓഫ് ലോ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതിലൊരു ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതിക്ക് അല്പം എക്സംപ്ഷൻ ഉണ്ട്. അടുത്തത് അപ്പൊ ആർട്ടിക്കിൾ 14 നിയമവാഴ്ച. അടുത്തത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ്. സമത്വത്തിനുള്ള അവകാശം. അടുത്തത് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 19.
അടുത്തത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഈ ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ ആർട്ടിക്കിൾ 19 പറഞ്ഞു. ആർട്ടിക്കിൾ 19 മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A നമുക്കറിയാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ്. അതിൽ പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അഥവാ എലിമെന്ററി എഡ്യൂക്കേഷൻ നൽകണം. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. അത് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി 2002. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ് 86ാം ഭേദഗതി 2002. അടുത്തത് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ പറയുന്നത് ചൂഷണത്തിന് എതിരായ അവകാശത്തെ കുറിച്ചാണ്. ചൂഷണത്തിന് എതിരായ അവകാശം. അതിൽ ആർട്ടിക്കിൾ 23 പറയുന്നത് മനുഷ്യക്കടത്ത്, അടിമത്തം എന്നിവ നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ജോലി. ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. എന്നാൽ ജൂലൈ 12 മലാല ദിനം. അടുത്തത് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഈ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. റിട്ടിന്മേൽ ഏറ്റവും കൂടുതൽ വിവേചന അധികാരമുള്ള കോടതി ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. അപ്പം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അടുത്തതാണ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 പറയുന്നത് ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം. ഈ ആർട്ടിക്കിൾ 40 വരുന്നത് ഏത് ഭാഗത്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. പാർട്ട് 4. പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് എവിടുന്ന് കടമെടുത്തതാണ്? അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ്. ആർട്ടിക്കിൾ ഏതുവരെയാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിൽ പെടുന്നതാണ് ആർട്ടിക്കിൾ 40. ശരി, അടുത്തത് 40 പറഞ്ഞത് ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന രൂപീകരണം മുതലേ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനമാണ് ഗോവ. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതിനുശേഷം ഇപ്പൊ ഗുജറാത്തിൽ വന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആസാമിൽ, ഗുജറാത്ത്, ആസാം, ഇപ്പൊ വരാൻ പോകുന്ന പശ്ചിമ ബംഗാളിലും ഏകീകൃത സിവിൽ കോഡ് വരാൻ പോവുകയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ സിവിൽ നിയമം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അടുത്തതാണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 പറയുന്നത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, അതായത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ 2 ക്വസ്റ്റ്യനാണ് 100% ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന് ജൂൺ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 2 ആർട്ടിക്കിൾ 50 കാര്യനിർവഹണ വിഭാഗത്തെ നീതിന്യായ വിഭാഗവുമായി വേർതിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 50. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ 100% സാധ്യതയുള്ളൂ. 100%. അടുത്തതാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്നത്. അയിത്ത നിർമ്മാർജ്ജനം മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അടുത്തതാണ് ആർട്ടിക്കിൾ 279A. അതിൽ പറയുന്നത് GST കൗൺസിലിനെ കുറിച്ചാണ്. GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. GST കൗൺസിലിന്റെ അധ്യക്ഷനാരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഉപാധ്യക്ഷനാരാണ്? ധനകാര്യ വകുപ്പ് സഹമന്ത്രി. ഇപ്പോഴാരാണത്? പങ്കജ് ചൗധരി. GST കൗൺസിൽ എത്ര പേരുണ്ട്? 33 അംഗങ്ങളാണുള്ളത്. GST ഡയറക്റ്റ് ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ GSTയുടെ സ്ലാബ് ഒന്നുകൂടെ പറയാമോ? എടുത്തു കളഞ്ഞ സ്ലാബ്? എടുത്തു കളഞ്ഞത് 12%, 28% എടുത്തു കളഞ്ഞു. കൂട്ടിച്ചേർത്തത് പുതുതായിട്ട് ആഡ് ചെയ്തതാണ് 40%. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേട്ടത്. ഈ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താ കുറച്ച് പേരെ കാണുന്നുള്ളൂ. ആ കാണുന്നവർ ആത്മാർത്ഥമായ ഹൃദയമുള്ളവരാണ്.
GST ഫുൾ ഫോം ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അത് നിലവിൽ വന്നത് 2017 ജൂലൈ 1. ചരക്ക് സേവന നികുതി. ശരി. അടുത്തതാണ് ആർട്ടിക്കിൾ 123 123. അതിൽ പറയുന്നത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ചാണ്. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ്. ശരി, ഞാൻ 1-2 ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയാണ്. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ലോകസഭ നടന്നുകൊണ്ടിരിക്കാമോ? പാടില്ല. സഭ സമ്മേളിക്കാത്ത സമയങ്ങളിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. ഈ ഓർഡിനൻസിന്റെ കാലാവധി എത്ര? 6 മാസം 6 ആഴ്ച. 6 ആഴ്ചയാണ് ഓർഡിനൻസിന്റെ കാലാവധി. അതിനിടയിൽ അത് ബില്ലാക്കി പാസ്സാക്കിയിരിക്കണം. അതേസമയം ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന്റെ അന്ന് മുതൽ തന്നെ ഇത് നിയമമായി. മനസ്സിലായില്ലേ? അടുത്തത് അപ്പോൾ ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആർട്ടിക്കിൾ 213 പറയുന്നത് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടിലും ഒരു 3 ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ ക്ലൂ ഉണ്ട് അതിനകത്ത് അല്ലേ? അടുത്തതാണ് ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ചാണ്. അറ്റോർണി ജനറൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഉപദേശകൻ. പാർലമെന്റിൽ പങ്കെടുക്കാം അല്ലേ? വോട്ടവകാശം ഇല്ല. അപ്പൊ ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അടുത്തത് ആർട്ടിക്കിൾ 165. അതാണ് അഡ്വക്കേറ്റ് ജനറൽ. അതായത് സംസ്ഥാനത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആണ് ജാജു ബാബു. ഗോപാലകൃഷ്ണ കുറുപ്പായിരുന്നു, അദ്ദേഹം മാറി ഇപ്പോഴാണ് ജാജു ബാബു. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ, നിലവില് ആർ വെങ്കിട്ടരമണി. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ, നിലവില് ജാജു ബാബു. അടുത്തതാണ് ആർട്ടിക്കിൾ 148. അതിൽ പറയുന്നത് CAG കംട്രോളർ. കൺട്രോളർ അല്ല, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതാണ് CAG യെ കുറിച്ച് പറയുന്നതാണ് 148. നിലവിലത്തെ CAG ആണ് സഞ്ജയ് മൂർത്തി. ശരി. അടുത്തത് ആർട്ടിക്കിൾ 39A 43A 48A 51. ഇത് ഇത്രയും ഒന്ന് വ്യക്തമാക്കണമെങ്കിൽ ഇത് അഴിക്കണം ആദ്യം. ഇപ്പൊ താൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അഞ്ചുമയ്ക്ക് മാത്രമല്ല, ഞങ്ങളെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറെക്കുറെ ഈ നോളജ് ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഈ 4 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതി 1976. നമുക്കറിയാം 42ാം ഭരണഘടനാ ഭേദഗതി ആമുഖം നാളിതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി അഥവാ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ ആക്ട് 2 വഴി കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇതിനെ ആക്ട് 2 ഒന്നുകൂടെ ഉറപ്പിച്ചു പറയും. ആമുഖത്തില് 3 വാക്കുകളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്യുലർ അഥവാ മതേതരത്വം, ഇന്റഗ്രിറ്റി അഥവാ അഖണ്ഡത, ഈ 3 വാക്കുകൾ ആക്ട് 2 വഴിയാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അത് നിലവിൽ വന്നതെന്നാണ്. നിലവിൽ 42ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3. ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. ഇതുവഴി കൂട്ടിച്ചേർത്ത 4 ആർട്ടിക്കിളുകളാണ്. ഒന്നാമത്തേതാണ് ആർട്ടിക്കിൾ 39A. അതിൽ പറയുന്നത് തുല്യ നീതി, സൗജന്യ നിയമസഹായം. ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ ചോദിക്കും. കാരണം എല്ലാവർക്കും അറിയാവുന്നുള്ള ചോദിക്കില്ല, അത് സ്വാഭാവികമായിട്ട് എളുപ്പമുള്ളതാണ്. അല്പം ബുദ്ധിമുട്ടുള്ളത് കൂടെ ചോദിക്കും. തുല്യനീതി, സൗജന്യ നിയമസഹായം. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്ര ആർട്ടിക്കിൾസ് കൂട്ടിച്ചേർത്തു? 4 ആർട്ടിക്കിളുകളാണ് കൂട്ടിച്ചേർത്തത്. 4 ആർട്ടിക്കിൾ. അതിൽ ഒന്ന് താൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? 39A തുല്യനീതി, സൗജന്യ നിയമസഹായം. 43A പറയുന്നത് സ്വകാര്യ വ്യവസായശാലകളിലെ മാനേജ്മെന്റുകളിൽ തൊഴിലാളി പങ്കാളിത്തം. ശരി, തൊഴിലാളി പങ്കാളിത്തം. അടുത്തതാണ് 48A. അതാണ് പരിസ്ഥിതി സംരക്ഷണം. അടുത്തതാണ് 51A. നമുക്കറിയാം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക ചുമതലകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പൊ നിലവില് 11 മൗലിക ചുമതലകളാണുള്ളത്. അത് 10+1 എന്നാണ് എഴുതുന്നത്. അതായത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആദ്യത്തെ 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. അപ്പോ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51A. അതായത് പാർട്ട് 4A മൗലിക ചുമതലകളെ കുറിച്ച് പറയുന്നത്. അതിൽ ആകെ ഒരു ആർട്ടിക്കിളാണുള്ളത്, ആർട്ടിക്കിൾ 51A. അത് നിലവിൽ വന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ആരുടെ ശുപാർശ പ്രകാരമാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ
മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. 51A എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ ഭേദഗതി വരുത്തിയതാണ് 86ാം ഭരണഘടനാ ഭേദഗതി 2002. അതായത് 11ാമത്തെ മൗലിക ചുമതല കൂട്ടിച്ചേർത്തു. അതാണ് 51A K. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് വിട്ടുകളയാം. അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതുപോലെ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എന്നാൽ ഇത് തൊട്ടടുത്ത് വന്ന 44ാം ഭരണഘടനാ ഭേദഗതി മൊറാർജി ദേശായിയുടെ കാലത്ത് 1978-ലെ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അതുപോലെ തന്നെ ലോക്സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി കുറയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം എടുത്തു കളഞ്ഞു. ഇപ്പോൾ സ്വത്തവകാശം എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ സ്വത്തവകാശം എവിടെ കൊടുത്തിട്ടുണ്ട്? സ്വത്തവകാശം ഇപ്പൊ നിയമാവകാശമാണ്. പാർട്ട് 12 ആർട്ടിക്കിൾ 300A സ്വത്തവകാശം കൊടുത്തിട്ടുണ്ട്. ലീഗൽ റൈറ്റ് ആണ് അല്ലേ? സ്വത്തവകാശം അതുപോലെ വോട്ടവകാശം അതെല്ലാം നിയമാവകാശങ്ങളാണ്. ശരിയാണ്. ശരി, അടുത്തതിലേക്ക് വരാം. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാൽ എന്താ, ഇതൊരു റിവിഷനും റിപ്പറ്റീഷനും ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളിത് അഭിപ്രായം എഴുതണം. സാർ ഇത് ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എഴുതുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ പറയില്ല, ഉറപ്പാണ്. എന്താ ഇവിടെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ പല ജോലികളിൽ പങ്കെടുക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ചിലർ കൂലിവേലയ്ക്ക് പോകുന്നവരായിരിക്കും. ചിലർ ഫീസ് കൊടുക്കാൻ പറ്റാതെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റാതെ വീട്ടിനകത്ത് തന്നെ അകപ്പെട്ടവരായിരിക്കും. അല്പം പഠിച്ചു പോയതുകൊണ്ട് മറ്റൊന്നിനും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കാണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് സമ്പന്നർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. AC ക്ലാസ്സുകൾ, AC ഇരുന്ന് പഠിച്ച 20,000 രൂപ കൊടുത്ത ഒരു കുട്ടി നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ട്. ആ കുട്ടി പറഞ്ഞു എങ്ങനെയാണെന്ന് നമ്മുടെ ക്ലാസ്സുമായിട്ടുള്ളൊരു വ്യത്യാസം. അതിപ്പോൾ പറഞ്ഞാൽ പൊങ്ങച്ച എന്ന് ഇവർ പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്നാമത് ഇത്തിരി പൊങ്ങച്ച എനിക്ക് കൂടുതലെന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. ആയിക്കോട്ടെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോയാലെന്താ? അടുത്ത ഭാഗം ഞാൻ ചില പ്രസ്താവനകൾ പറയും, താൻ ആ പ്രസ്താവനകളുടെ വിവരം അവിടെ എഴുതുക. ശരി, മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് പറയും. നട്ടെല്ലെന്ന് എഴുതിയാലും മതി. മൗലിക നട്ടെല്ല് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 358 ഉപയോഗിച്ച് ഇല്ലാതാക്കി ചെയ്യാം അടിയന്തരാവസ്ഥ കാലത്ത്. ആണോ കറക്റ്റ്? ശരി, അടുത്തത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലികാവകാശങ്ങൾ ഏതാണ്? റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലികാവകാശങ്ങൾ ഏതെല്ലാം? അതാണ് ആർട്ടിക്കിൾ 20, 21. 20, 21 എന്താണ്? ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 20 പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. 20 പറയുന്നത്, ഒന്ന്, കുറ്റം തെളിയുന്നത് വരെ ഏതൊരാളും നിരപരാധിയാണ്. അതുപോലെ തന്നെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷ പാടില്ല. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പാടില്ല. അടുത്ത ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ശരി, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യക്കാർക്ക് മാത്രമുള്ള മൗലികാവകാശം. ബാക്കി മൗലികാവകാശം എല്ലാവർക്കും ബാധപ്പെട്ടതാണ്. ഇന്ത്യക്കാർക്ക് മാത്രം ഉള്ള മൗലികാവകാശം, ഇന്ത്യക്കാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശമാണ്. ഒന്നാമത്തത് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 പറയുന്നത് വിവേചനം പാടില്ല. ജാതി, മതം, ഭാഷ, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ ഒന്നിന്റെയും പേരിൽ വിവേചനം പാടില്ല. അടുത്തതാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അടുത്തതാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അടുത്തതാണ് 19-9 വെച്ചിട്ട് അടുത്തത് ആർട്ടിക്കിൾ 29. അതിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. അടുത്തത് ആർട്ടിക്കിൾ 30 പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശം. ഈ ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ രണ്ടെണ്ണം അടുത്തടുത്താണ് അല്ലേ? 15, 16, 19, 29, 30 അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാം. 15, 16 പിന്നെ 19. ഈ 19ന്റെ അയാൾ പറഞ്ഞത് 29ന്റെ 9 വെച്ചിട്ട് 19, 30 രണ്ടെണ്ണം അടുത്തടുത്ത് വരും. ശരി, ഇതാണ് ഇന്ത്യക്കാർക്ക് മാത്രമുള്ള മൗലികാവകാശങ്ങൾ. അടുത്ത് പറയട്ടെ, മൗലികാവകാശങ്ങളുടെ ത്രികോണം എന്നറിയപ്പെടുന്ന ഏതാണ്?
മൗലികാവകാശങ്ങളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നതാണ്. ഒന്ന് ആർട്ടിക്കിൾ 14, അതാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമവാഴ്ച ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്ന്. രണ്ടാമത്തേതാണ് ആർട്ടിക്കിൾ 19, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. അടുത്തതാണ് ആർട്ടിക്കിൾ 21, ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഇതിനെയാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്. അടുത്ത മൗലികാവകാശങ്ങൾ മൗലികമായത് ഏതാണ്? മൗലികമായതാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ 32. ഹൃദയവും ആത്മാവും അങ്ങനെ പറഞ്ഞതാരാണ്? BR അംബേദ്കർ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്നാൽ ഇത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 226. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആണിക്കല്ല് മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആണിക്കല്ല്, അതുപോലെ ഭരണഘടനയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇങ്ങനെ എല്ലാം അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ശരി. അടുത്തത് ആമുഖത്തെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് പറഞ്ഞത് BR അംബേദ്കർ. എന്നാൽ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് ആരാണ്? KM മുൻഷി. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ശരി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാൽ എന്താ? അടുത്ത ഒരു കാര്യം കൂടെ നമുക്ക് കൂടെ ഇപ്പോൾ പറയണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് ഹെഡിങ് എഴുതുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 8 മേജർ കമ്മിറ്റികളും 15 മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. മൈനർ 15, മൊത്തം 23 കമ്മിറ്റികൾ അല്ലേ? 23 കമ്മിറ്റികൾ. ശരി. ഇതിൽ പ്രധാനമായും 8 കമ്മിറ്റികളെ കുറിച്ചാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. 47 ഓഗസ്റ്റ് 29. അഞ്ചുമ, ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള 7 പേരെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് പഠിപ്പിക്കുകയാണ്. എത്ര പഠിപ്പിച്ചാലും നിങ്ങൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നിങ്ങൾ മറക്കും. PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗം ആരാണ്, അംഗമല്ലാത്തത് ആരാണ് എന്നാണ് കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗം 7 പേര്. ഈ 7 പേരും ചെറുപറ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ മൗലികാവകാശങ്ങൾ പഠിക്കാൻ ഒരു കോഡ് പഠിച്ചിട്ടുണ്ട്, EFE RCC. നമ്മൾ മൗലിക സ്വാതന്ത്ര്യം പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട്, സാം RP. റിട്ടുകൾ പഠിക്കാൻ നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ട്, HMPSC. എടോ, ഞങ്ങൾ ഈ പറഞ്ഞ കോഡുകൾ വിശദമായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞങ്ങൾ 3 കോഡുകൾ പറഞ്ഞത് പഠിക്കാനുള്ള എളുപ്പ വഴി. മൗലികാവകാശത്തിൻ്റെ കോഡ് ഏതാണ്? EFE RCC 6. മൗലിക സ്വാതന്ത്ര്യത്തിൻ്റെ കോഡ് എന്താണ്? സാം RP. റിട്ടിൻ്റെ കോഡ് ഏതാണ്? HMPSC. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 പേരെ ഒരു കോഡ് ഉപയോഗിച്ച് പഠിപ്പിച്ചുകൂടാ? ഈ കോഡ് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ഈ കോഡ് പഠിക്കുന്നത്, അതറിയാമല്ലോ. ആണോ അല്ലേ? അല്ലാത്തതോട് അല്ലാതെ തന്നെ പറയും. പിന്നെ ഇത് പഠിപ്പിച്ചപ്പോൾ നൈറ്റ് ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞു, സാറേ എനിക്ക് കോഡ് വേണ്ട, ഞാൻ കോഡില്ലാതെ പറയാം. ഞാൻ പറയാൻ പറഞ്ഞു. അവസാനം ഞാൻ കൂടെ കൈ അടിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ എന്നാലും നമ്മുടെ സാധാരണ കുട്ടികൾക്ക് ഇതൊരു കോഡിൽ കൂടെ പഠിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് കൂടെ ഒരു കോഡ് എഴുതുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 പേര് പറയൂ. അതിന്റെ കോഡാണ് അമ്മ GSK. ഓഹോ, AMMAGSK. ഇത് എല്ലാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 പേരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ്. അമ്മ GSK. അപ്പൊ 7 പേരിൽ ആദ്യത്തെ ഏതാണ്? ആദ്യത്തേതാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അടുത്ത അടുത്തതാണ് ഡോക്ടർ KM മുൻഷി. അപ്പൊ 2 ആയി. KM മുൻഷി, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ KM മുൻഷി. അടുത്തതാണ് N മാധവറാവു. ആർക്ക് പകരം വന്നതാണ്? BL മിത്തറിന് പകരം വന്നത്. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആർക്ക് പകരം വന്നു? അതായത് BL മിത്തർ രാജിവെച്ചു. അതിനെ തുടർന്ന് അധികാരത്തിൽ വന്നതാണ്. അസുഖം ബാധിച്ചു ഇദ്ദേഹം രാജിവെച്ചു, മിത്തർ. അപ്പൊ വന്നതാണ് N മാധവറാവു. അടുത്ത A ആണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഈ അയ്യരും അയ്യങ്കാറും എനിക്ക് തെറ്റിപ്പോകും.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണയ്യരുണ്ടല്ലോ, PR കൃഷ്ണയ്യർ അല്ലേ, VR കൃഷ്ണയ്യർ, ആ കൃഷ്ണയ്യർ വെച്ചിട്ടാണ് ഞാൻ അയ്യർ പിടിക്കുന്നത്. ഗോപാലസ്വാമി അയ്യങ്കാർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 വരെ പഠിക്കാനുള്ള കോഡാണ് അമ്മ GSK. അമ്മ GSK. അഞ്ചറിയെ വിളിച്ചു പറയാം, നമുക്കും വിളിച്ചു പറയാനുണ്ടോ? നിങ്ങൾക്ക് ഉത്തരം വിളിച്ചു പറയാൻ മോഹമില്ലേ? എന്താ ഇവിടെ ആരും ഉത്തരം വിളിച്ചു പറയാത്തത്? കാരണം മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റൂല. കേട്ടുകൊണ്ട് പോണവർ വിചാരിക്കും ഇവിടെ ഭയങ്കര സംഭവമാണ് നടക്കണം. എന്താ പറയട്ടെ. അടുത്ത S വെച്ചിട്ടാണ് സെയ്ദ് മുഹമ്മദ് സാദുള്ള. ഇത് ഇനിയിപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിലെ അധ്യാപകർ ഈ കോഡ് വെച്ച് പഠിപ്പിക്കും, ഉറപ്പാണ്. കാരണം നമ്മുടെ കോഡുകളാണ് ഈ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 തുടങ്ങിയ ആ കോഡാണ്. ആദ്യം ഈ കോഡുകൾ ഞങ്ങളാണ് ഇവിടെ നിന്ന് ഇറക്കുന്നത്. ആരെങ്കിലും സമ്മതിക്കുമോ എനിക്കറിയില്ല. TT കൃഷ്ണമാചാരി ആർക്ക് പകരം വന്നതാണ്? DP കെയ്ത്താന് പകരം. DP കെയ്ത്താൻ മരണപ്പെട്ടു, അതിന് പകരം വന്നതാണ് TT കൃഷ്ണമാചാരി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ എത്ര പേരാ അംഗങ്ങൾ? 7 പേര്. ആകെ മേജർ കമ്മിറ്റികൾ എത്ര പേരാണ്? ആകെ മേജർ കമ്മിറ്റികൾ 8 ആണ്, മൈനർ കമ്മിറ്റികൾ 15. ഈ മേജർ കമ്മിറ്റികൾ 8 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാം. അതിന് ട്രിക്ക് ഉണ്ടല്ലോ, അതിന്റെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാം. ഇത് അമ്മ GSK ഒന്നുകൂടെ പറയുക. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേരാണ്. അതിന്റെ കോഡാണ് അമ്മ GSK. A വെച്ചിട്ട് ഡോക്ടർ BR അംബേദ്കർ. അടുത്തതാണ് M വെച്ചിട്ട് ഡോക്ടർ KM മുൻഷി. അടുത്തത് M വെച്ചിട്ട് N മാധവറാവു. BL മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് വന്നതാണ്. അടുത്ത A ആണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് G N ഗോപാലസ്വാമി അയ്യങ്കാർ. അടുത്തത് S സെയ്ദ് മുഹമ്മദ് സാദുള്ള. അടുത്തതാണ് K TT കൃഷ്ണമാചാരി. അത് DP കെയ്ത്താൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് വന്നത്. ഏതാണ് ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 11 ഉത്തരമായിട്ട് വരുമ്പോൾ അത് പറയാൻ മറന്നുപോയി. അത് വേറെ മറന്നുപോയി. ഈ 11 ഉത്തരമായിട്ട് വരുന്ന ഇത് പറഞ്ഞില്ല. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി പറഞ്ഞില്ല. കേരളത്തിലെ 11ാമത്തെ മുഖ്യമന്ത്രിയെ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? അതൊക്കെ നമ്മൾ പറയണമായിരുന്നു. നമ്മളും ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി വന്ന കാലയളവ് 2 വർഷം 11 മാസം. 2 വർഷം 11 മാസം 17 ദിവസം. ശരി. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ തുടങ്ങുന്നത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 8 മേജർ കമ്മിറ്റികളും ആ മേജർ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെയും പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ക്ലാസ് തുടങ്ങുന്നത്. ആമേ കറക്റ്റ്? ശരി, മറന്നു പോരുത്. എൻ്റെ അടുത്ത് പറഞ്ഞു സാർ അതാണ് നമുക്ക് പറയാനുള്ളത്. അത് കുട്ടിക്ക് ഒരു പ്രശ്നമാണ് കേട്ടോ. ആ 8 കമ്മിറ്റിയും അതിൻ്റെ അധ്യക്ഷന്മാരുമേ. ഇതിപ്പോൾ മനസ്സിലായി. അമ്മ GSK അടുക്കളയിൽ പറഞ്ഞു നടക്കുക. അമ്മ GSK. ഇത് പഠിക്കണമെങ്കിൽ ആദ്യം ഇതൊരു 3-4 ഇര വായിച്ചു പോകണം, അല്ലേ? എന്നാലേ പേര് നമുക്ക് കിട്ടുള്ളൂ. ശരിയല്ലേ? N ഇനിഷ്യലിൽ 2 പേരുണ്ട്, ഡോക്ടർ 2 പേരുണ്ട്, ഒരു മുസ്ലിമുണ്ട്, സെയ്ദ് മുഹമ്മദ് സാദുള്ള, മനസ്സിലായില്ലേ? പിന്നെ TT കൃഷ്ണമാചാരി, കെയ്ത്താൻ. ഈ കെയ്ത്താനാണ് മരിച്ചു പോയത്. കെയ്ത്താൻ കെയ്ത്താൻ കിൽഡ്, മനസ്സിലായില്ലേ? ഓക്കെ. കൃഷ്ണൻ്റെ K വെച്ചിട്ട് ഇവിടെയും കെയ്ത്താൻ. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. എന്ത് നിവൃത്തിയില്ലാത്ത ബുദ്ധി അല്ലേ? യഥാർത്ഥത്തിൽ ഒന്നുമില്ലടോ. നല്ല അറിവുള്ളവരുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല. നമ്മളൊരു ചെറിയ സാമ്രാജ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ പരിമിതമായ അറിവാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളതിൽ സംശയിക്കുകയേ വേണ്ട. പിന്നെ ഉള്ള ഒരു സന്തോഷകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങളീ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ നമ്മുടെ നോട്ടുകൾ വ്യാപകമായി കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കാത്തവരും 20,000 രൂപ കൊടുത്ത് AC ഇരിക്കുന്നവരും 16,000 രൂപ കൊടുത്ത് പഠിക്കുന്നവരും തൊണ്ട ഇടറുന്ന ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന കുട്ടികളും അധ്യാപകരും എല്ലാം ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്നുള്ളത് 100% ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഇവിടെ വന്നു ചേരുന്ന കുട്ടികൾ പറയാറുണ്ട് ഞങ്ങൾ അവിടെ പോകണമെങ്കിൽ ക്ലാസ് കാണുന്ന സാറിൻ്റെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം സന്തോഷം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. നന്ദി, നമസ്കാരം.